നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളെ വളർത്തിയതിന്റെ ദൂഷ്യം പറഞ്ഞു മോൻ പ്രതികാരം ചെയ്യ. അതൊക്കെ ഞാൻ ആഘോഷിക്കണമല്ലേ? ജ്യോതിയെ ഈ അവസ്ഥയിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ കുടുംബക്കാരുണ്ടാവില്ല, പരിചയക്കാരുണ്ടാവില്ല. ആ കണ്ടവരുടെയൊക്കെ വീട്ടിലെ ഇപ്പോഴത്തെ ചർച്ച എന്തായിരിക്കും? സുജാതയുടെ മോള് തറവാടിത്തത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ അഭിമാനം കൊള്ളുന്ന സുജാതയുടെ മോള് അങ്ങനല്ലേ പറയുക? അവളെ അങ്ങനെ ആരും കണ്ടിട്ടില്ലമ്മേ. ആരും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയാ അവളെ പെട്ടെന്ന് ദീപന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അമ്മ തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഞാൻ ഇപ്പൊ കരുതാ, അവൾ ആ അവസ്ഥയില് അമ്മയുടെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്നാ മതിയായിരുന്നു എന്ന്. എങ്കില് ഇത്രയും നാണക്കേട് അമ്മ ചുമക്കേണ്ടി വരില്ലായിരുന്നല്ലോ. സോറി അമ്മേ. മോളെന്നോട് ക്ഷമയൊന്നും പറയണ്ട. മോള് നല്ലതിന് വേണ്ടി മാത്രമേ ശ്രമിക്കൂന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷെ അവൻ ചിലപ്പോ ജ്യോതി ആ അവസ്ഥയിൽ കണ്ടപ്പോ ജീവന് സത്യസന്ധമായിട്ട് വേദന തോന്നിയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും അമ്മേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. ഒരു സംഭവം കൊണ്ട് എല്ലാം തകർന്നു എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ഇരിക്കരുത്. ആര് കുറ്റപ്പെടുത്തി സംസാരിച്ചാലും അമ്മ ഇനി ഇങ്ങനെയൊന്നും പറയരുത്. അമ്മ ജ്യോതിയെ പ്രസവിച്ചപ്പോ ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തളർന്നു പോയി. കൈയും കാലും ഒന്നും നേരെ ചൊവ്വേ അനക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. കാരണമൊന്നും കണ്ടെത്താൻ പറ്റാതെ ഡോക്ടർമാര് കുഴഞ്ഞു പോയി. രഘുവേട്ടന് ഞാനും ഇനി ഒരിക്കലും പെട്ടെന്ന് ഞാൻ എഴുന്നേക്കില്ല എന്ന് വരെ കരുതി. രഘുവേട്ടൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജീവനെന്ന കുഞ്ഞ. രഘുവേട്ടൻ എന്താ ചെയ്തെന്നറിയോ? ഒരു വശത്ത് ജ്യോതിമോളെ കൊണ്ടുവന്ന് കിടത്തി, അപ്പുറത്ത് ജീവനോടും വന്നിരിക്കാൻ പറയും. എന്നിട്ട് ഇങ്ങനെ രണ്ടുപേര് മുഖത്ത് മാറി മാറി നോക്കും. ജീവന്റെ കുട്ടത്തുള്ള സംസാരവും ജ്യോതിമോളുടെ കൈയുടെയും കാലിന്റെ അനക്കമൊക്കെ കണ്ടപ്പോ അമ്മ പതിയെ പതിയെ ജീവൻ തിരിച്ചു പിടിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഡോക്ടർമാർക്ക് പോലും അതിശയമായി. അവര് പറഞ്ഞു, വല്ലാത്ത മനസാന്നിധ്യമാണല്ലോ സുജാതയ്ക്ക്. അന്ന് അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ മക്കളുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാ മതി, അതാണ് എന്റെ ഏറ്റവും വലിയ മരുന്നെന്ന്. അന്ന് ശീലിച്ചതാ അവരെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഈ നടപ്പ്. അവരെയും സ്വപ്നം കണ്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ അമ്മയായിട്ട് എങ്ങനെ ഇപ്പൊ അമ്മയുടെ ശരീരം തളർന്നിട്ടൊന്നുമില്ല. പക്ഷെ മനസ്സങ്ങ് വീണു പോയി മോള്, ശരിക്കും വീണു പോയി. ഇനി കൂടുതൽ സംസാരിച്ച അമ്മ ഇനിയും കരയും. കിടക്കമ്മേ.
പറയുന്നത് കേക്കമ്മേ. അമ്മയുടെ മോളല്ലേ പറയുന്നത്. അനുജത്തിയെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ. അതിനേക്കാൾ മോശമായ അവസ്ഥയില് അകത്തൊരമ്മ കിടപ്പുണ്ട്. ആ അമ്മയെ എന്ത് ചെയ്യാൻ പോന്നു? അമ്മ വിഷമിക്കണം, ചങ്ക് നീരി കിടന്ന് പിഴയണമെന്നൊക്കെ നിങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞതല്ലേ. ആ അമ്മയെ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചത്. ഇപ്പൊ എവിടെ പോയി നിങ്ങളുടെ ചങ്കൂറ്റം? എവിടെ പോയി നിങ്ങളുടെ അഹങ്കാരം? ഹോ, നിങ്ങളുടെ ഭാഷയില് പെണ്ണ് കരയാനുള്ള വർഗാണല്ലോ അല്ലെ. തകർന്നും തളർന്നും കിടക്കാനുള്ള ആളാണല്ലോ അല്ലെ. അടിമയാണല്ലോ അല്ലെ. ഒരു കാര്യം നിങ്ങളോട് അവസാനമായിട്ട് പറയാം. എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയതിന്റെ പേരില് എന്നെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താം, അനുസരിപ്പിക്കാം, അടിമയാക്കാം. പക്ഷെ അമ്മയുടെ നേരെ ഇനി കൈ ചൂണ്ടിയ, അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വന്ന ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. ശബ്ദം ഇരുന്നതിന് മുൻപ് ഇത് നിങ്ങൾ ഓർത്തു വെച്ചോ. ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് നിങ്ങളുടെ അമ്മയാ. ആ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ജ്യോതിയോട് ചെയ്തതുപോലെ തലയടിച്ച് പൊളിക്കേണ്ടി വന്നാ ഞാനിത് ചെയ്യാൻ മടിക്കില്ല എന്നാ പറഞ്ഞത്. ഉറക്കത്തിന്ന് കണ്ണ് തുറക്കുമ്പോ ഈ കുടുംബം ശാന്തമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. സോറി പറയണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.